നമസ്കാരം. ലോകത്തിന്റെ തലയ്ക്ക് മുകളിൽ തിങ്ങിക്കിടക്കുന്ന ഒരു വാളായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാമായിരുന്ന യുദ്ധം. മാനവരാശിയെ തന്നെ ഇല്ലാതാക്കാൻ തലത്തിൽ ശക്തമായ ആണവായുധങ്ങൾ കൈവശമുള്ള രണ്ട് പ്രബല ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അത് ഭൂമിയെ തന്നെ തുടച്ചുമാറ്റാൻ തരത്തിൽ അതീവ ഗുരുതര സന്ദർഭത്തിലേക്ക് നയിക്കുമെന്നുള്ളതിനാൽ തന്നെ ലോകരാജ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഉറ്റുനോക്കിയത് ഒമാനിൽ നടന്ന ഇറാൻ അമേരിക്ക കൂടിക്കാഴ്ചയുടെ അന്തിമ തീരുമാനത്തിലേക്കായിരുന്നു. ശ്രദ്ധേയമായ ഒരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ യുഎസും ഇറാനും തമ്മിൽ ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. നേരിട്ട് മുഖാമുഖം ഇരുന്നല്ല, മറിച്ച് ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ ഖുസൈദിയുടെ മധ്യസ്ഥതയിലൂടെയായിരുന്നു സംഭാഷണം നടന്നത്. ഇത് നല്ല തുടക്കമാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടി. ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ഇത് യുദ്ധഭീഷണി ഒഴിവാക്കുന്ന ഒരു ശുഭ സൂചനയായി തോന്നാമെങ്കിലും ആഴത്തിൽ നോക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ ശക്തി രാഷ്ട്രീയത്തിന്റെ അപകടകരമായ രൂപമാണ് കൂടുതൽ ആശങ്ക ഉയർത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എന്നും ഭീഷണിയുടെയും സാമ്പത്തിക സൈനിക സമ്മർദ്ദത്തിന്റെയും ഭാഷയിലാണ് രൂപപ്പെട്ടിരുന്നത്. മാക്സിമം പ്രഷർ എന്ന പേരിൽ ഇറാനെതിരെ നടപ്പാക്കിയ ഉപരോധങ്ങൾ, ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ നടപടി, ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധം, ഇതെല്ലാം ട്രംപ് ഭരണകൂടത്തിന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ വീണ്ടും ഭീഷണിയും ഒറ്റപ്പെടുത്തലും ഉപയോഗിച്ച് ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവന്നത് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി മാറിയിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഒമാൻ വഴി നടന്ന ഈ പരോക്ഷ ചർച്ചകൾ യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു താൽക്കാലിക അവസരമായി കാണാം. മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഉണ്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എണ്ണ വില മുതൽ അഭയാർത്ഥി പ്രശ്നങ്ങൾ വരെ ലോകത്തെ ബാധിക്കും. ആ അർത്ഥത്തിൽ ചർച്ച നടക്കുന്നത് തന്നെ നല്ലതാണ്. എന്നാൽ ഈ നല്ല തുടക്കം എവിടേക്കാണ് നയിക്കുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. ഇറാന്റെ ആണവ ആയുധം ശേഖരിക്കൽ നിയന്ത്രിക്കുക എന്നതിലുപരി ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ അമേരിക്കയ്ക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ ഈ ചർച്ചകൾ വഴി സാധിക്കുമോ എന്നതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടുക, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ നിയന്ത്രിക്കുക, ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങളെ പോലും പരോക്ഷമായി ബാധിക്കുക, ഇതെല്ലാം അമേരിക്കൻ വിദേശ നയത്തിന്റെ പഴയ കഥകളാണ്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ ലോകം മറന്നിട്ടില്ല. ഇറാനെ വരുതിയിൽ കൊണ്ടുവരിക എന്ന ഭാഷ തന്നെ അപകടകരമാണ്. ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി കീഴടക്കാവുന്ന ഒരു വസ്തുവായി കാണുന്ന സമീപനം അന്താരാഷ്ട്ര നിയമങ്ങളെയും ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവിനെയും വെല്ലുവിളിക്കുന്നതാണ്. ഇന്ന് ഇറാൻ ആണെങ്കിൽ നാളെ ഈ മാതൃക മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ, ഒരു പക്ഷേ ഇന്ത്യയിൽ പോലും പ്രയോഗിക്കപ്പെടില്ല എന്ന് ഉറപ്പില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങൾക്കെതിരെ ഈ ഭീഷണി, ചർച്ച, നിയന്ത്രണം എന്ന തന്ത്രം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത ശക്തമാണ്. ട്രംപിനെ പോലുള്ള നേതാക്കൾക്ക് ഈ രീതിയിലുള്ള വിജയം ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രയോഗിക്കാം. ഞാൻ യുദ്ധമില്ലാതെ ഇറാനെ കീഴടക്കി എന്ന അവകാശവാദം ശക്തനായ നേതാവിന്റെ ഇമേജ് നിർമ്മിക്കാൻ സഹായിക്കും. എന്നാൽ അതിന്റെ യഥാർത്ഥ വില കൊടുക്കേണ്ടി വരുന്നത് ഇറാനിലെ സാധാരണ ജനങ്ങളായിരിക്കും. കൂടുതൽ ഉപരോധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്നിവയായി. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത് ഒരു തന്ത്രപരമായ നീക്കവുമാകാം. സമയം നേടുക, ഉപരോധങ്ങളിൽ ഇളവ് നേടുക, അന്താരാഷ്ട്ര ഒറ്റപ്പെടൽ കുറയ്ക്കുക, ഈ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. എന്നിരുന്നാലും ശക്തിയേറിയ ഒരു രാജ്യവുമായി അസമമായ നിലയിൽ നടക്കുന്ന ചർച്ചകൾ എപ്പോഴും അപകട സാധ്യത നിറഞ്ഞതാണ്. ഒമാനിൽ നടന്ന ഈ ചർച്ചകൾ യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു അവസരം എന്ന നിലയിൽ സ്വാഗതാർഹമാണ്. പക്ഷേ അതിന്റെ മറവിൽ ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഭാവിയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ശക്തി രാഷ്ട്രീയം ലോകം ഗൗരവത്തോടെ കാണും. സമാധാനം എന്നത് ഭീഷണിയിലൂടെ അടിച്ചേൽപ്പിക്കാവുന്ന ഒന്നല്ല. യഥാർത്ഥ സമാധാനം സമത്വത്തിനും പരസ്പര ബഹുമാനത്തിനും മാത്രമേ നിലനിൽക്കൂ. ഇന്ന് ഇറാൻ, നാളെ മറ്റൊരു രാജ്യം. ഈ ചോദ്യമാണ് ലോകം തന്നെ ചോദിക്കുന്നത്. മാത്രമല്ല, ചർച്ച പൂർണ്ണമായിട്ടില്ല എന്നുള്ളതിനാൽ തുടർ ചർച്ചകളിൽ എന്തൊക്കെയാണ് തീരുമാനിക്കാൻ പോകുന്നതെന്നും ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതിനാലും അതിൽ ഇറാന്റെ തീരുമാനം എന്താണെന്നതും നിർണായകമാണ്. ഇതിനെയൊക്കെ ആശ്രയിച്ചു തന്നെയായിരിക്കും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം വഴിമാറി പോകുമോ അതോ അതൊരു ബോംബായി തന്നെ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള വ്യക്തമായ ഉത്തരം ലഭിക്കുക. ഇപ്പോഴും പശ്ചിമേഷ്യയിൽ നിന്നും അശാന്തിയുടെ കറുത്ത മേഘങ്ങൾ മാറിയിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ 100% ഉറപ്പിച്ച് പറയേണ്ടി വരും.